അപ്പൊ ഇന്നെന്റെ ലൈഫിലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആട്ടോ. ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു, 18th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ നമുക്ക്. എൻ്റെ ഓരോ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കുളിക്കും, ഫുഡൊക്കെ കഴിച്ച് ഞാൻ സെറ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. കാരണം എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എല്ലാ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചിയുടെ കൂടെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ നേരെ പപ്പായെ വിളിക്കാനായിട്ട് പോയിട്ടോ. പപ്പ തലേന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പായെ വിളിക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പായുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലത്തെ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് റംബൂട്ടാനൊക്കെ പിച്ചി തന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് അപ്പച്ചി തന്ന ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ഒന്നും കൂടെ ഒന്ന് റെഡി ആയിട്ട് ഞാനും പപ്പായും അമ്മയും കൂടി നേരെ തുപ്പാശ്ശേരിയിലോട്ട് പോയിട്ട് കുറച്ച് ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഹോട്ടലിലോട്ട് വന്നിട്ട് ഇതെൻ്റെ ഷോർട്സ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് നമ്മുടെ പർദീസ റെസ്റ്റോറൻ്റ് ആട്ടോ, കരുനാഗപ്പള്ളിയിലെ. 18th ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ നമ്മൾ ഏൽപ്പിച്ചത്. അപ്പം ജസ്റ്റ് ഡെക്കറേഷനൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നേ, എന്തായാലും കരുനാഗപ്പള്ളി വന്നേയില്ലേ. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ റെഡി ആയിട്ടോ വൈകിട്ടത്തെ പാർട്ടിക്ക്. അപ്പോൾ നമ്മൾ റെഡിയായി. ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ച് ഈ വീഡിയോ എടുത്തത്, കാരണം 5:30ക്കായിരുന്നു പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ 5 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ബ്ലോക്കൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഇതായിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷേ ഭാഗ്യത്തിന് ആരും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്യാണ്ട് വിട്ടിട്ടില്ല. എല്ലാ ബർത്ത്ഡേയും, ഒരു ബർത്ത്ഡേ ഒഴിച്ച് ബാക്കി എല്ലാ ബർത്ത്ഡേയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ഇതായിട്ടല്ല, നമ്മൾ ഫാമിലി മാത്രമായിട്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ 18th ബർത്ത്ഡേ കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹം, നമ്മുടെ 18th ബർത്ത്ഡേ കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കണം. എന്നെ അത്രയും സ്നേഹിക്കുന്ന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ബിഗ് ഡ്രീം ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽ ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു, നമ്മുടെ വിജയ് തന്നെ ആയിരുന്നു അതിൻ്റെ ഇത്. അപ്പോൾ വിജയ് ഏൽപ്പിച്ച്, വിജയ് എല്ലാം നമുക്ക് സെറ്റാക്കി തന്നു. പർദീസ റെസ്റ്റോറൻറ്റുകാർ ഒരുപാട് നമുക്ക് വേണ്ടി ഇത് ചെയ്തു. അവരുടെ സർവീസ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഇതായിട്ട് അവർ ചെയ്തു തന്നത് ഓരോ വർക്കുകളും. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ശരിക്കും ആ ഡേ. അതുപോലെ ഡ്രസ്സ് എൻ്റെ അമ്മയാ ഡിസൈൻ ചെയ്തത്. ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഫുൾ അമ്മയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ പുറത്തുനിന്ന് ആരെയും ഏൽപ്പിക്കാറില്ല ഡിസൈൻ ചെയ്യാനൊന്നും. ഞാൻ അമ്മയുടെ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് സിമ്പിൾ ആക്കി തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് വലിയ ഇതായിട്ടുള്ള ഇതൊന്നും ഇഷ്ടമല്ല, ഗൗണോ ഭയങ്കര എനിക്ക് കൊണ്ടുവരുന്ന ടൈപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗൗൺ തന്നെ സെറ്റ് ചെയ്ത് തന്നു. ഈ ഒരു 18th ബർത്ത്ഡേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു അൺഫോർഗറ്റബിൾ ഡേ ആയിട്ട് തന്നെ എൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ഒരിക്കലും മറക്കാത്ത, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തിടുന്ന ഒരു അൺഫോർഗറ്റബിൾ ഡേ തന്നെയായിരുന്നു എൻ്റെ 18th ബർത്ത്ഡേ എന്ന് പറയുന്നത്. കാരണം എന്താ പറയുന്നത്, എൻ്റെ പപ്പായും അമ്മയായാലും എല്ലാവരും അതിൻ്റെ പുറകിലെടുത്ത ഒരു എഫേർട്സ് ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുപോലെ നല്ല എഫേർട്ട് എടുത്തിട്ടായി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് നമ്മളെല്ലാരും കൂടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു 2.5 മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ വേറൊരു ലോകത്തായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ വിഷമങ്ങളും മറന്ന് എല്ലാ ഇതും മറന്നിട്ട് വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. ചിലപ്പോ എനിക്ക് ഭയങ്കര ചമ്മല് വരും, ദൈവമേ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ ഒരു ഇത് വരുമായിരുന്നു. എന്ന് വെച്ചാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ എല്ലാരും അവിടെ എന്നെ പറഞ്ഞത്. അപ്പൊ ചെറിയൊരു ചമ്മലൊക്കെ വന്നു. പിന്നെ ഞാൻ ഭയങ്കര കോൺഫിഡന്റഡ് ആയിട്ട് തന്നെ നിന്ന് കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഉണ്ടായ ഒരു വിഷമം എന്ന് പറയുന്നത് എന്റെ പപ്പയും മോനെയോ എന്റെ പിള്ളേരെയോ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കണം. അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാ കൊണ്ടുവരാന്. പിന്നെ ഞാൻ എല്ലാവർക്കും അവിടുന്ന് കേക്ക് എടുത്തോണ്ടാണ് ഫുഡ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്താ കേക്ക് മുറിക്കുന്ന വീഡിയോ കണ്ടാലോ? അതുപോലെ തന്നെ കേക്ക് സെറ്റ് ചെയ്ത് തന്ന ചേച്ചി, നല്ല ടേസ്റ്റ് ആയിരുന്നു ആ കേക്കിന്. ഷെമി എന്ന് പറഞ്ഞൊരു ചേച്ചിയാട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് തന്ന. പുള്ളിക്കാരത്തി നമ്മുടെ ഒരു
ഒരു പാർട്ടായിട്ട് നിന്ന് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇത് പൊട്ടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് അവന്മാര് നിന്ന് അപ്പൊ തന്നെ എന്നെ കൊണ്ടത് പൊട്ടിച്ചേട്ടാ. എന്റെ ശേഷൻ എനിക്കത് വരച്ചു തന്നേട്ടാ. എന്റെ കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു പിക്ക് ഇതുപോലെ വരച്ചു കിട്ടണം എന്നുള്ളത്. അങ്ങനെ അവൻ എനിക്കത് സെറ്റ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നത് എന്റെ നിയാസേന്റെ അടുത്താ. കാരണം പുള്ളിക്കാരൻ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ഒരു ക്ലിപ്സോ ഒരു ഷോർട്സോ ഒന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ തന്നെ വരത്തില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് വ്ളോഗ് ഇടാൻ കുറച്ച് ഷോർട്സ് എനിക്ക് ക്ലിപ്പുകൾ എടുത്തു തരണം എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ ഉള്ള മുക്കിന് മൂലയിൽ എല്ലാം പോയി എന്തൊക്കെ എടുക്കാൻ പറ്റിയോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചേട്ടൻ ഫുൾ എടുത്തു തന്നെന്നുള്ളതാ. ഞാൻ കേക്ക് കട്ടിയാൻ കയറി ആ ഒരു ടൈം തൊട്ട് ഞാൻ ഇറങ്ങുന്നിടം വരെയുള്ള ഫുള്ള് കാര്യങ്ങളും പുള്ളിക്കാരൻ ഒറ്റ നിപ്പിൽ നിന്നിട്ട് എനിക്ക് എടുത്തു തന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോ തന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വലിയൊരു താങ്ക്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ എടുത്തു തന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കിട്ടത്തില്ലായിരുന്നല്ലോ, ഒരു ക്ലിപ്സും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പം എല്ലാ പാർട്ടും എനിക്ക് കിട്ടി. ഇതിപ്പോ ഞാനിത് കാണുമ്പോ തന്നെ ഞാൻ ആ ഒരു ഡേ അങ്ങ് അനുഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു താങ്ക്സ് നിയാസിന്റെ അടുത്ത് ഞാൻ പറയുന്നു. ഫസ്റ്റ് ഫ്രെയിം ആയത്. അതായത് ആകെ ഇതിനകത്തും കണ്ടേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു, വേറെ ഒരെണ്ണത്തിനകത്ത് എന്തോ ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇനിയെങ്കിലും ഫ്രെയിമിലൊന്ന് കേറണം, ഈ ബാക്കിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞ് വേറെ ആരുടെയോ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് പുള്ളിക്കാരൻ വന്ന് നിന്ന് കേട്ടോ ആ ഒരു ഷോട്ടില്. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് 8 മണി വരെ ആയിരുന്നു നമുക്ക് അവിടെ റെസ്റ്റോറന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. അപ്പൊ അതിനുള്ളിൽ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറെയൊക്കെ ആയപ്പോ പോയേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരൊറ്റ കാര്യമുള്ളായിരുന്നു, എന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഫുഡും കേക്കും ഒക്കെ അടിപൊളിയായിരിക്കണം, ആരും ഫുഡിനൊന്നും ഒരു കുറ്റവും പറയരുതെന്ന് എനിക്കുള്ളായിരുന്നു. പക്ഷെ പർദീസ് അത് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു. അതുപോലെ തന്നെ കേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോ എനിക്ക് വിശന്നു കേട്ടോ. അപ്പൊ എനിക്ക് വാരി തരുമായിരുന്നിട്ട് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് കുറെ രാത്രിയായി കേട്ടോ. 8 മണി എന്ന് പറഞ്ഞെങ്കിൽ 8:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ പിന്നെ നമ്മളെ ട്രെയിനിങ് വന്ന് എല്ലാരും പോയി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പത്തേക്കിനും ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ പൊറോട്ടയും വേറെ എന്തൊക്കെയോ കറി, ചില്ലി ചിക്കനും പിന്നെ ബട്ടർ ചിക്കനും ഒക്കെ. പിന്നെ അനസംഗിളാട്ടോ ഇത്. അനസംഗിള് കൊണ്ടുതന്ന ഗിഫ്റ്റ് നമ്മൾ അപ്പൊ തന്നെ പൊട്ടിച്ചു. പപ്പ നിന്ന് ഞാൻ നോക്കിയപ്പം പപ്പായും ചിക്കനും കൂടി നിന്ന് ഫുൾ ബലൂണൊക്കെ പൊട്ടിച്ച് കളിക്കുന്നതാണ് നിന്ന്. അങ്ങനെ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പപ്പായെ കൊണ്ടുവിടാനായിട്ട് പോയിട്ടോ. രാത്രിയിൽ എത്ര 11:30 എന്തോ ആയപ്പോഴാണ് നമ്മള് കൊണ്ടുവിടാൻ പോയത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്ന് വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ നമ്മളാണെങ്കിൽ വരുന്ന വഴിക്ക് പട്ടിക്കുട്ടന്മാർക്ക് എല്ലാം കൊടുത്തിട്ട് ഇപ്പം എന്റെ ഫുൾ മനസ്സ് ഒന്നും കൂടെ അങ്ങ് നിറഞ്ഞു. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. എനിക്ക് ഓർക്കാനുള്ള അത്രയ്ക്ക് മെമ്മറീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡേ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പിള്ളേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറി കിടന്നു കേട്ടോ. അപ്പൊ ഇനി ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.